താരസംഘടനയായ അമ്മയിൽ ഭരണസമിതിയുടെ പരിചയക്കുറവ് മൂലമാണ് പാളിച്ചകൾ സംഭവിച്ചതെന്ന് നടി ബീന ആന്റണി. നിലവിലെ ഭരണസമിതിയിൽ ചേരിതിരിവും ഗ്രൂപ്പുമുണ്ടായി. സംഘടനയിലെ കുറച്ചു പേർക്ക് ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ അത് കാണാൻ സാധിച്ചു. ആ ഘട്ടത്തിൽ സ്ത്രീകൾക്കവിടെ ശബ്ദമുണ്ടായില്ലെന്നും ബീന ആന്റണി മാതൃഭൂമിയോടാണ് പ്രതികരിച്ചത്. അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ കൈനീട്ടം വാങ്ങിക്കുന്നവരായതിനാൽ കമ്മിറ്റിയിൽ ഇരിക്കാനോ മത്സരിക്കാനോ കഴിയില്ല. ഈ സ്ഥിതിക്ക് മാറ്റം വരണമെന്നും ബീന ആന്റണി വ്യക്തമാക്കി. മമ്മൂക്ക എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ ലാലേട്ടൻ അവിടെയുണ്ടായിരുന്നു. വൈകുന്നേരം വരെ അദ്ദേഹം അവിടെയിരുന്നു. തൻ്റെ അഭിപ്രായങ്ങൾ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന ആളല്ല അദ്ദേഹം. ലാലേട്ടൻ അവിടെ ഇരുന്ന ഒരു രീതി കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഒത്തിരി സന്തോഷത്തോടെ അദ്ദേഹം വരുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ആ ചർച്ചകളും വഴക്കുകളുമെല്ലാം നടന്നത് അദ്ദേഹത്തിൻ്റെ കൺമുന്നിലായിരുന്നു. അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദത്തിലായിരിക്കണം. എങ്കിലും ഒന്നിനെയും എതിർത്ത് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. സംഘടനയ്ക്കുള്ളിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും മോഹൻലാൽ നൽകിയ ആ ഉറപ്പ് ഞങ്ങൾക്ക് വലിയ ആശ്വാസമായെന്ന് ബീന ആന്റണി വെളിപ്പെടുത്തി. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആരും പേടിക്കേണ്ടതില്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അമ്മ എപ്പോഴും സുരക്ഷിതമായിരിക്കും. അതിന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ യോഗത്തിലുണ്ടായിരുന്നവർ വലിയ കയ്യടികളോടെയാണ് അത് സ്വീകരിച്ചതെന്നും എല്ലാവർക്കും അത് വലിയ സന്തോഷം നൽകിയെന്നും ബീന ആന്റണി ഓർത്തെടുത്തു. സംഘടനയ്ക്കുള്ളിലെ ഈ ആഭ്യന്തര വഴക്കുകൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ടെന്നും ഒരു സ്ത്രീ നേതൃത്വത്തിലേക്ക് വന്നിട്ടും ഭരണം പരാജയപ്പെട്ടതിൽ തനിക്ക് വിഷമമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം അമ്മ സംഘടനയിൽ അരങ്ങേറിയത് വൻ അഴിമതികളും കോടികളുടെ വെട്ടിപ്പുകളുമെന്ന സൂചനകൾ. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചതിനെ തുടർന്ന് രമേശ് പിഷാരടിയെ കൺവീനറാക്കി താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ പുറത്തുവരുന്ന വിവരങ്ങൾ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. ഈ തർക്കങ്ങൾക്ക് കൃത്യമായ രണ്ടു ചേരികളില്ല. മറിച്ച് പലവിധ താൽപ്പര്യങ്ങളുള്ള പല ഗ്രൂപ്പുകൾ ചേർന്നുള്ള ഒരു കൂട്ടത്തല്ലാണ് അവിടെ നടക്കുന്നത്. മുൻ ഭരണസമിതിയുടെ തലപ്പത്തെത്താൻ മോഹിച്ച ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള കുത്തിത്തിരിപ്പ് സംഘമാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്ന ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന അമ്മയുടെ കുടുംബ സംഗമം മുതലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കം. കുടുംബസംഗമത്തിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊടുവിൽ നടി ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെ വളരെ മോശമായി അപമാനിച്ചുകൊണ്ട് വോയിസ് സന്ദേശം അയച്ചിരുന്നു. നീനയുടെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്ത ഈ സന്ദേശം പുറത്തു വന്നതോടെ നീന ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി. പിന്നീട് കുക്കു പരമേശ്വരനോട് ശ്വേതാ മേനോനുണ്ടായ വിരോധവും ചില യൂട്യൂബർമാരുടെ ഇടപെടലുകളും കൂടിയായപ്പോൾ പ്രശ്നങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയി. അൻസിബയെ പോലുള്ളവരെ ഇതിലേക്ക് വലിച്ചിഴച്ച് മാനസികമായി ബുദ്ധിമുട്ടിക്കാനും ശ്രമം ഉണ്ടായി. ലണ്ടനിൽ നിന്ന് നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ വന്ന ട്രഷറർ ഉണ്ണി ശിവപാലിനെ പോലും ഇവർ മാനസികമായി വേട്ടയാടി.